പിന്നെ ഇവിടെ എന്താണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയ കക്ഷികൾ തന്നെ ക്രോഡീകരിച്ച കണക്കുകൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ടേബിളുണ്ട്. ഫ്യൂച്ചർ ഗെയിമിങ്ങിന്റെ ഏപ്രിൽ 2022 റെയ്ഡ് ഏപ്രിൽ 7 ഏപ്രിൽ 100 കോടി, ജൂലൈ 2022 റെയ്ഡ് 6 ജൂലൈക്ക് 75 കോടി, സെപ്റ്റംബറിൽ റെയ്ഡ് ഒക്ടോബറിൽ 100 കോടി, ഏപ്രിൽ റെയ്ഡ് ഏപ്രിൽ 2023 റെയ്ഡ് ഏപ്രിൽ 2005 ആകുമ്പോൾ 90 കോടി 60 കോടി, മേഘ ഒക്ടോബർ 2019 റെയ്ഡ് 3 ഒക്ടോബർ 2019 5 കോടി, വേദാന്ത മെയ് 2020 റെയ്ഡ് ഏപ്രിൽ 21 ആയപ്പോൾ 25 കോടി, ഓഗസ്റ്റ് 22 റെയ്ഡ് ജൂലൈ 22 ആയപ്പോഴേക്കും 7 ആയപ്പോൾ 25 കോടി, 110 കോടി, 1.1 കോടി. അങ്ങനെ റെയ്ഡിന് ശേഷം കിട്ടിയ കോടികളുടെ 10-20 കമ്പനികളുടെ കണക്കുണ്ട്. സാന്ദർഭൂശാൽ പറഞ്ഞുള്ളൂ. നേരത്തെ അനിൽകുമാറിനും സന്ദീപിനും മറുപടി. രാജു, അത് പറയാം ഞാനെന്തായാലും ഈ ചർച്ചയിൽ CPM-നെ ഈ നടപടിയിൽ കൃത്യമായിട്ടുള്ളൊരു വിവരണം തരാത്തതുകൊണ്ട് ഞാൻ അധികം CPM-നെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചല്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത്. പക്ഷെ പറയിച്ച് അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അദ്ദേഹം പോയോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊടുത്ത് വേണം ചർച്ചയിൽ ഇരുത്താൻ. പറഞ്ഞിട്ട് സ്കൂട്ടായി പോകുന്ന നടപടി ശരിയല്ല. ഒരു നേതാവിന്റെ മകളുടെ പേരിൽ പാർട്ടി ഓഫീസിൽ പേപ്പർ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ പേരിൽ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്തുക്കൾ വിറ്റ് അതിന്റെ പണം മേടിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ഇതെന്ന് പറയുന്നത്. ഞങ്ങൾ തട്ടിപ്പ് നടത്തില്ല എന്ന്. പ്രജാപതിയുടെ കീഴ്ശ്വാസം പോലെയാണ്. ഇവർക്ക് മാത്രമേ അതിന്റെ ദുർഗന്ധം ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും ദുർഗന്ധത്തിൽ നിൽക്കുകയാണ്. ഇവർക്ക് സുഗന്ധമാണ്. മനസ്സിലായില്ലേ? കരുവന്നൂരിൽ തട്ടിച്ച കോടികൾ എത്രയാ? ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ പറയുമ്പോൾ തന്നെ അതിനിപ്പുറത്ത് നവയുഗ കോർപ്പറേഷൻ, കഴിഞ്ഞ ദിവസം ഒരു വക്താവ് പറഞ്ഞത് ആളെ കൊല്ലി കമ്പനി എന്നാണ്. ആളെ കൊല്ലി കമ്പനി തുരങ്ക നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർ. ആ ആളെ കൊല്ലി എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചവരാണ് CPM. മനസ്സിലായില്ലേ? അപ്പോ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തി. ഇനി ഞാൻ ചോദിക്കട്ടെ, അനിൽകുമാർ പറഞ്ഞല്ലോ സുരേന്ദ്രന്റെ പണം. എന്റെ അനിൽകുമാറെ, സുരേന്ദ്രന്റെ പണത്തെ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് ചോദിച്ചിട്ട് മറുപടി കൊടുക്കാഞ്ഞത്? പണം കൈമാറുന്ന എന്താ? ഹൈബി ഈഡൻ ലോക്സഭയിൽ ചോദിച്ചല്ലോ, ED ഇതിലുള്ള മന്ത്രി എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ കേസെടുത്തു, പക്ഷെ പലതവണ ആവശ്യപ്പെട്ടിട്ട് സുരേന്ദ്രനെതിരെയുള്ള കേസിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇവര് രണ്ടുപേരും തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതിയുടെ ഏറ്റവും വലിയ ചെളിക്കുണ്ടിൽ കിടന്നിട്ട് അതിന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ഗുസ്തി പിടിക്കുക. ആ ഗുസ്തിക്കപ്പുറം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. BJP കേസുകൾ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ വിരട്ടി നിർത്തുന്നു. മൈക്കിന്റെ മുന്നിൽ കിടന്നുള്ള അഭ്യാസമല്ലാതെ ഒരു നടപടിയും പിണറായി വിജയനും എടുക്കുന്നില്ല, BJP എടുക്കുന്നില്ല. മറ്റു സ്ഥലങ്ങളിലും വോട്ട് വേണം. സമയം കുറച്ചാണ് കിട്ടിയത്. എനിക്കറിയാം സന്ദീപിലേക്ക് ഒന്നുകൂടി പോകാൻ സമയമില്ല. പക്ഷേ രാജു, ഈ പറയുന്ന ആ കൊടകര കുഴൽപ്പണ കേസിന്റെ വിവരങ്ങൾ 2 തവണ, ആദ്യം ആ കള്ളപ്പണം പിടിച്ച കാര്യം, പിന്നീട് വിശദാംശങ്ങളും 2 തവണ കൊടുത്തു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി VK രാജു പറയുന്നത്. അത് ആദായ നികുതി വകുപ്പിനെ മാത്രമല്ല ED-യെയും അത് കിട്ടിയിട്ടില്ല എന്ന് IT പറയുകയും ചെയ്യും. സത്യം 2 തവണ അറിയിച്ചെന്നാണ് VK രാജു പറയുന്നത്. ലോക്സഭയിൽ കൊടുത്ത ചോദ്യവും മറുപടി ഞാൻ അയച്ചുതരാം. ലോക്സഭയിൽ ഹൈബിയുടെ കൊടുത്ത മറുപടി ഞാൻ അയച്ചുതരാം. ശരി, അതിൽ വ്യക്തത വരട്ടെ. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും രേഖകൾ കൈമാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്റെ സമയം പൂർണ്ണമായി. എന്തായാലും നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. കാര്യം ഇലക്ഷൻ ദിവസങ്ങളാണ്. വീണ്ടും ഇത്തരം നടപടികളിൽ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഗോകുൽ രവിചേരും.